പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് മഹത്വം. എല്ലാവർക്കും ധന്യനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വാക്യം വായിക്കുന്നു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതം എല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. ദൈവം തിരഞ്ഞെടുത്തവനാണ്. മനുഷ്യർ ചോദിച്ച് ദൈവമാക്കി വെച്ചതാണ് ശൗൽ രാജാവ്. എന്നാൽ അവൻ ദൈവത്തിൻ്റെ കൽപ്പന ലംഘിച്ചപ്പോൾ, ദൈവത്തിന് ബോധിക്കാതെ ജീവിച്ചപ്പോൾ, ദൈവത്തിന് ബോധിച്ച ഒരു പുരുഷനായ ഇശായിയുടെ മകനായ ദാവീദിനെ ദൈവം കണ്ടെത്തി. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മെ ലോകത്തിന് ബോധിക്കണമെങ്കിൽ ലോകപ്രകാരം നല്ല കുലീനന്മാരായിരിക്കണം. നല്ല സൗന്ദര്യം, നല്ല ആരോഗ്യം, നല്ല ശരീരഭംഗി, നല്ല സാമ്പത്തികം, വാഹനം, നല്ല വീട്, നല്ല കൂട്ടുകാർ, ആളുകൾ ധാരാളമുള്ള സഭ എന്ന് വേണ്ട, ഇങ്ങനെ പലതും വേണ്ടി വരും. എന്നാൽ ദൈവത്തിന് ബോധിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ ഇഷ്ടം അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ ഹിതമെല്ലാം അവനെയാണ് ദൈവത്തിനെ ബോധിക്കുന്നത് എന്ന് ദൈവവചനത്തിൽ നാം വായിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഇന്നിൻ്റെ മനുഷ്യൻ പലരെയും ബോധിപ്പിക്കാറുണ്ട്. നാം ദൈവത്തെ ബോധിപ്പിച്ചാണോ ജീവിക്കുന്നത്, അതെയോ ദൈവത്തിന് ബോധിച്ചതാണോ ജീവിക്കുന്നത് എന്ന് ഒന്ന് ഹിതപരിശോധന ചെയ്താൽ വളരെ നല്ലതാണ്. പരീശന്റെ പ്രാർത്ഥനയെപ്പോലെ പലരെയും ബോധിപ്പിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ച് നീതികെട്ടവനായി പോകേണ്ടി വരും. 10 കന്യകമാരിൽ 5 പേർ എണ്ണയെടുക്കാതെയാണ് മണവാളിനെ എതിരേൽപ്പാൻ കടന്നു ചെന്നത്. എന്നാൽ ഇതുപോലെയാണ് പലരും ദൈവവചനം അനുസരിക്കാതെ കർത്താവിൻ്റെ വരവിനെ എതിരേൽപ്പാൻ ഒരുങ്ങിയിരിക്കുന്നത്. പലരെയും നമുക്ക് കാണുവാൻ കഴിയും. കടലാസ് പൂവ് പോലെയാണ്. ഒറിജിനൽ ദൂരത്തു നിന്ന് നോക്കുമ്പോൾ നല്ല പൂവായി തോന്നും. അടുത്ത് ചെല്ലുമ്പോഴാണ് അതിന് ജീവനില്ല എന്ന് മനസ്സിലാക്കുന്നത്. ഒരു ഹിതപരിശോധനയ്ക്ക് നമുക്ക് തയ്യാറാകാം. ഇന്ന് പകൽ യഥാർത്ഥമായി ദൈവത്തിന് ബോധിച്ച ഒരു ദൈവപൈതലാണെങ്കിൽ ക്രിസ്തുയേശുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, ഫിലിപ്പിയ ലേഖനം 2:5 വാക്യം പറയുന്നത്, ക്രിസ്തുയേശുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ എന്നാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ബോധിച്ചവനെക്കുറിച്ച് 1 കൊരിന്ത്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 26-ാമത്തെ വാക്യം മുതൽ വായിക്കുന്നത് ഇങ്ങനെയാണ്: സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയെ നോക്കുവിൻ. ലോകാഭിപ്രായ പ്രകാരം ജ്ഞാനികൾ ഏറെയില്ല, ബലവാന്മാർ ഏറെയില്ല, കുലീനന്മാരും ഏറെയില്ല. ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത് തിരഞ്ഞെടുത്തു. ബലമുള്ളതിനെ ലജ്ജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനവുമായത് തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു. ദൈവസേനയിൽ ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിന് തന്നെ നമ്മെ ദൈവം തിരഞ്ഞെടുത്തപ്പോൾ വലിയ പാരമ്പര്യമോ പൗരോഹിത്യമോ കാളിയാങ്ങൾ ശങ്കരപുരി കുടുംബത്തിൽപ്പെട്ടവരല്ല ദൈവം തിരഞ്ഞെടുത്തത്. എല്ലാവരെയും ദൈവം തിരഞ്ഞെടുക്കുമെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണെങ്കിലും നമ്മെ തന്നെ ഒന്ന് ഹിതപരിശോധന ചെയ്യണം. നമ്മെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവത്തിന് ബോധിച്ച ഒരു ജീവിതമാണോ, ദൈവഹിതം ചെയ്താണോ നമ്മൾ ജീവിക്കുന്നതെന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒരു ഹിതപരിശോധനയ്ക്ക് തയ്യാറാകാം. മത്തായി 6-ാം അധ്യായം 10-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ അതിലൊരു പദം ഇങ്ങനെയുണ്ട്: ഞാൻ മറ്റുള്ളവരോട് എൻ്റെ കടക്കാരോട് ക്ഷമിക്കുന്നത് പോലെ എന്നോട് ക്ഷമിക്കണം. നമ്മൾ ക്ഷമിച്ചിട്ടാണോ ദൈവത്തോട് പ്രാർത്ഥിക്കാറുള്ളത്? ആമേൻ. നമ്മുടെ വിശ്വാസം ഇങ്ങനെയുണ്ട്. നോഹയോട് ദൈവം പറഞ്ഞു, നോഹേ, നീ ഒരു പെട്ടകം തീർക്കണം, വലിയ മഴ പെയ്യാൻ പോവുകയാണ്, വെള്ളപ്പൊക്കം കൊണ്ട് ഞാൻ ഭൂമി മുഴുവൻ നശിപ്പിക്കാൻ പോവുകയാണ്. അതുവരെയും ഭൂമി നനഞ്ഞുകൊണ്ടിരുന്നത് ഉൽപ്പത്തി 2:5 വായിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് മഞ്ഞു പൊങ്ങിയാണ്. അബ്രഹാം വിശ്വസിച്ചു. അത് അവന് നീതിയായി കണക്കിട്ടെന്നാണ് തിരുവചനം വായിക്കുന്നത്. റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17 മുതൽ 20 വരെ നാം വായിക്കുമ്പോൾ, മരിച്ചതിനെ ജീവിപ്പിക്കും, ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുന്ന ദൈവത്തിൽ അബ്രഹാം വിശ്വസിച്ചു. കൊടുക്കുന്നത് ദൈവത്തിന് ബോധിച്ചതുപോലെയാണോ എന്ന് നാം ഒന്ന് ഹിതപരിശോധന ചെയ്യണം. അപ്പോസ്തല പ്രവൃത്തി 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ, ആദിമ ദൈവസഭയിൽ ഉൾപ്പെട്ടതാണ് അനന്യാസും സഫീറയും. അവർ ദൈവത്തിന് ബോധിച്ചതുപോലെയല്ല ദൈവരാജ്യത്തിന് വേണ്ടി കൊടുത്തത്. അവന് ബോധിച്ചതുപോലെ അവൻ ജീവിച്ചതുകൊണ്ട്, ദൈവത്തിൻ്റെ ഹിതത്തിന് അവൻ വിധേയപ്പെടാത്തതുകൊണ്ട് അവൻ കൊടുത്തത് ദൈവത്തിന് പ്രസാദമായിരുന്നില്ല. നമ്മുടെ ഉപവാസ പ്രാർത്ഥന ദൈവത്തിന് പ്രസാദമാണോ? യശയാപ്രവചനം 58-ാം അധ്യായത്തിൻ്റെ 8 മുതൽ 12 വരെ വായിക്കുമ്പോൾ, ദൈവഹിതം മനസ്സിലാക്കി അതനുസരിച്ച് ജീവിച്ചിട്ടാണോ നാം ഉപവസിക്കാറുള്ളത്? നമ്മുടെ ആരാധന ദൈവത്തിന് ബോധിച്ചതാണോ?
യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ വായിക്കുമ്പോൾ സത്യത്തിലും ആത്മാവിലും വേണം ദൈവത്തെ ആരാധിക്കുവാൻ. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞത് അതിനായി കാത്തിരുന്ന് വിശുദ്ധിയോടെ ജീവിച്ച് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അല്ലാതെയുള്ള ആരാധകരെ ദൈവത്തിന് ബോധിപ്പിക്കുകയാണ് ആരാധിച്ചെന്ന്. എന്നാൽ ദൈവം അതിൽ ബോധിക്കുന്നില്ല. ഐക്യമത്യത എങ്ങനെയുണ്ട്? യോഹന്നാൻ 17-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുമ്പോൾ തൃത്വത്തിലുള്ള ഐക്യത പോലെ നമ്മുടെ ഐക്യത തീരണം. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ അതിനാധാരമായി നാം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ വായിച്ചു നോക്കണം. യഥാർത്ഥമായി ഐക്യതയോടെയാണോ നാം ജീവിക്കുന്നത്? ഭാര്യ ഭർത്താക്കന്മാർക്ക് ഐക്യതയുണ്ടോ? മക്കൾക്കും മാതാപിതാക്കൾക്കും തമ്മിൽ ഐക്യതയുണ്ടോ? സഭാജനങ്ങൾക്ക് തമ്മിൽ ഐക്യതയുണ്ടോ? പാസ്റ്ററും വിശ്വാസികളും അഥവാ ശുശ്രൂഷകരും വിശ്വാസികളും തമ്മിൽ നല്ല ഐക്യതയിലാണോ നാം മുന്നോട്ട് പോകുന്നത്? നമ്മൾ ചിന്തിച്ചു നോക്കണം. നമ്മുടെ ജീവിത വിശുദ്ധി എങ്ങനെയുണ്ട്? ദൈവവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കുമ്പോൾ റോമാലേഖനം 12-ന്റെ 1-2 വാക്യങ്ങൾ, നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം. ദൈവത്തിന് ബോധിച്ച ഒരു ജീവിതം നയിക്കുന്നവരെ കുറിച്ച് മർക്കോസ് വിശേഷം 3-ാം അധ്യായത്തിൻ്റെ 13 മുതൽ 16 വരെ വായിക്കുന്നു. അവന് ബോധിച്ചവരെ അവൻ അടുക്കെ വിളിച്ചു. എന്നിട്ട് തന്നോടുകൂടി ഇരിക്കേണ്ടതിനും പ്രസംഗിക്കാൻ അയക്കേണ്ടതിനും ഭൂതങ്ങളെ പുറത്താക്കേണ്ടതിനും ചില ശുശ്രൂഷകൾ ഏൽപ്പിച്ച് അവരെ മുന്നോട്ട് വിടുകയാണ്. ഇന്ന് പകൽ ദൈവത്തിന് ബോധിച്ചവരായി ജീവിച്ച് ദൈവത്തോടുകൂടി ഇരുന്ന് ദൈവം അയക്കുന്നിടത്ത് പോയി പ്രസംഗിച്ച് ഭൂതങ്ങളെ പുറത്താക്കി ശുശ്രൂഷകൾ ചെയ്ത് ദൈവരാജ്യ മഹത്വത്തിന് വേണ്ടി ജീവിപ്പാൻ ദൈവം നമുക്കെല്ലാവർക്കും ധാരാളം കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.